സമയം പുലർച്ചെ 3 മണി. ഒരു ദിവസത്തെ മുഴുവൻ ജോലിഭാരവും തീർത്ത് മക്കയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള മടക്കത്തിലാണ്. രാവിലെ 11 മണിക്ക് ഇറങ്ങിയതാണ്. പൊതുവെ റമദാൻ കാലം സീസൺ ആയതുകൊണ്ട് ജോലിയിൽ സമയം നോക്കാറില്ല. സാധാരണ രാത്രി 11 മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യാറില്ല. പക്ഷേ നോമ്പുകാലത്ത് രാത്രി സൗദിയിൽ ലൈവാണല്ലോ. കുദായ് പാർക്കിങ്ങിൽ നിന്നും ഉന്മേഷത്തോടെ വണ്ടിയെടുത്ത് എക്സ്പ്രസ്സിൽ കയറി. ഷുമൈസി ചെക്ക് പോയിൻ്റ് കഴിഞ്ഞു. വാഹനം ഒരു നിമിഷത്തേക്കൊന്ന് ട്രാക്ക് മാറി. സ്പീഡ് ട്രാക്ക് ഒഴിവാക്കി ലാസ്റ്റ് ട്രാക്കിൽ കൂടിയായി പിന്നെ യാത്ര. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല എന്ന് മനസ്സ് പറയുന്നു. പക്ഷേ വണ്ടി വീണ്ടും ട്രാക്ക് മാറുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞ് കാണും. ബാക്കിൽ നിന്നും സൈറൺ മുഴക്കി ഒരു ട്രാഫിക് പോലീസ് വണ്ടി. അനൗൺസ് ചെയ്ത് വണ്ടി സൈഡിലേക്ക് മാറ്റാൻ പറയുന്നു. ഇതെവിടുന്ന് വന്നു എന്ന് മനസ്സിൽ പറഞ്ഞു. വണ്ടി ഹസഡ് ലൈറ്റ് ഇട്ട് സൈഡാക്കി. വണ്ടിയിൽ നിന്നും പോലീസുകാരൻ ഇറങ്ങി വന്നു. സലാം പറഞ്ഞു, കൈ തന്നു. ഒറ്റ ചോദ്യം, സദീഖ് ഇൻതനാവും? ഉറക്കം വരുന്നോ എന്ന്. ഇല്ലെന്നും ഉണ്ടെന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ മൗനം കണ്ടിട്ടാവാം. എന്നോട് പറഞ്ഞു, ഫോളോ മീ. വന്ന ഉറക്കവും ക്ഷീണവുമൊക്കെ പമ്പ കടന്നു. പോലീസ് വണ്ടി മുന്നിലും ഞാൻ ബാക്കിലും. ഒടുവിൽ ബഹറ കൊബ്രിക് അടുത്തുള്ള പള്ളിയുടെ വിശാലമായ പാർക്കിംഗ് ഏരിയയുടെ ഒരു മൂലയിലെത്തിയപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, യാ അല്ലാഹ്, നോം അനമാക്. ഉറങ്ങിക്കോളൂ, ഞാൻ കൂടെയുണ്ട് എന്ന്. എൻ്റെ കാറിൻ്റെ പിന്നിൽ പോലീസുകാരൻ വണ്ടി പാർക്ക് ചെയ്തു. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സീറ്റ് നിവർത്തി കണ്ണുകൾ അടച്ചു. എപ്പോഴോ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. ഡോറിൽ മുട്ടുകേട്ടാണ് ഉണർന്നത്. അതേ പോലീസുകാരൻ കയ്യിൽ ചെറിയ കവർ പിടിച്ച് നിൽക്കുന്നു. ജ്യൂസും വെള്ളവും ചെറിയ ഒരു സ്നാക്സും അടങ്ങിയ കവർ കയ്യിൽ തന്നു. എന്നിട്ട് ചോദിച്ചു, സദീഖ്, നോ മത്ബൂത്ത്? ഉറക്കം ഉഷാറായോ എന്ന്. അതെ എന്ന് പറഞ്ഞ് കവർ വാങ്ങി. സമയം ഏകദേശം 5 മണിയായിരിക്കുന്നു. പോലീസുകാരനോട് നന്ദി പറഞ്ഞ് വണ്ടിയിൽ ഇരുന്ന് അന്നത്തെ ആ അത്താഴം കഴിച്ചു. അപ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തൊട്ടടുത്ത പള്ളിയിൽ കയറി. നമസ്കാരം കഴിഞ്ഞ് ഉന്മേഷത്തോടെ ജിദ്ദയിലേക്ക്. ചില കരുതലുകൾ നനച്ചിരിക്കാതെ നമ്മെ തഴുകി വരും, എന്നത്തേക്കും മനസ്സിൽ സൂക്ഷിക്കാൻ. രചന അബ്ദുൽ ജബ്ബാർ വട്ടപ്പൊയിൽ. ശബ്ദം വീട്ടി. ഒരു മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ ഒരു നേരൊരു അംശത്തിൽ വരുന്ന ഒരു അശ്രദ്ധ നമുക്കൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ബൈക്കിൽ നിന്നൊക്കെ ഉറങ്ങുന്ന ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ കാറിൽ പിന്നെ നോക്കേണ്ട പറയുന്നില്ല. കാരണം എ സിയും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും. സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വയം മനസ്സിനോട് ചോദിക്കുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടോ, പക്ഷെ മനസ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ല എന്നാണ്. കാരണം അദ്ദേഹത്തിന് എത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യമാണ് മനസ്സിലുള്ളത്. അതാണ് ഡ്രൈവർമാരുടെ ഒരു മനസ്സ്. അയ്യോ, ഞാൻ ഉറങ്ങുന്നില്ല, ഇനിയിപ്പോൾ ഏതായാലും കുറച്ചും കൂടിയല്ലേ ഉള്ളൂ, കുറച്ച് ദൂരം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ അതിൽ വരുന്ന ഒരു അപകടം അത് ഭയങ്കര. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്ന വഴിയിൽ തന്നെ കണ്ടൊരു സംഗതി, ഒരു 1.5 അടി ഉയരമുള്ള ഡിവൈഡർ ഉണ്ട്. ആ ഡിവൈഡറിലേക്കാണ് വലിയ ഒരു വാഹനം, അതായത് ഒരു ലോറി ഇടിച്ചു കയറിയിട്ടുള്ളത്. അതായത് നമുക്ക് ഉറപ്പാണ് അതുവരെ ഓടി വന്ന ഒരു വാഹനം ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ ഒരു നേരിട്ട് ഒരു സെക്കൻഡിൽ വന്ന ഒരു അശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യാണ്. കാരണം ഈ വാഹനം 60 സ്പീഡിലോ രാത്രിയാണ്, അതെ, പെർ ഹവർ 60 സ്പീഡോ 70 സ്പീഡോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. നിരത്തുകളിൽ അധികം വാഹനങ്ങളില്ലാതെ നിൽക്കുന്ന സമയമാണ് രാത്രിയുള്ള സമയങ്ങൾ. സ്വാഭാവികമായും ആ ഒരു സ്പീഡിൽ ഒരു സെക്കൻഡ് ഒന്ന് ഉറങ്ങിയാൽ തന്നെ വണ്ടി പാളും എന്നുള്ളത് നമുക്കൊക്കെ അനുഭവമുള്ള. നമ്മൾ പലരും ഡ്രൈവർമാരാണ്. ഞാൻ തന്നെ ഓർക്കുകയാണ്, നമ്മൾ കാസർഗോഡ് എറണാകുളം പതിവായി ഡ്രൈവ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്. ഇടയ്ക്കൊക്കെ അവിടെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതും പിന്നെ ഇടയ്ക്കെപ്പോഴും അങ്ങോട്ട് മടങ്ങുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് മാഹി വടകരൊക്കെ കഴിഞ്ഞ് ഒന്ന് പാളും. സ്വാഭാവികമായിട്ടും നമ്മളവിടെ സൈഡാക്കി ഉറങ്ങും. പക്ഷെ ഉറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിലിപ്പോൾ എനിക്ക് വന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ,
ഉറങ്ങുമ്പോഴും നമ്മൾ സ്വപ്നം കാണുക നമ്മൾ വണ്ടി പോകുമ്പോൾ നമ്മൾ റോഡിൻ്റെ എഡ്ജ് ഇറങ്ങണതാണ്. എന്നിട്ട് അങ്ങനെ ഒരു ഞെട്ടിയിട്ടാണ് പോകണില്ല. പക്ഷേ ഉറങ്ങിയുണ്ട് നമ്മൾ സൈഡാക്കി ഉറങ്ങുന്നുണ്ടെന്ന് പിന്നെയാണ് ബോധ്യപ്പെടുക. വലിയൊരു അപകടം പിണയുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് മാത്രമല്ല എതിരെ വരുന്ന വാഹനങ്ങൾക്കോ അതല്ലെങ്കിൽ റോഡ് സൈഡുകളിൽ ഇരിക്കുന്ന ആളുകൾക്കോ. കേരളത്തിൽ ഈ ഗുരുവായൂർ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് നടന്ന ഒരു വലിയൊരു അപകടം. അതെ, ഒരു മരം കയറ്റി വന്ന ഒരു ലോറിയാണ്. അവിടെ കിടന്ന ഒരുപാട് അന്യസംസ്ഥാനത്തിലുള്ള ഒരു കുടുംബത്തെ ഒന്നടങ്കം അവരുടെ മുകളിലൂടെ വണ്ടി കയറുകയും പലരും മരണപ്പെടുകയും ചെയ്ത വാർത്ത ഏറെ വിഷമത്തോടു കൂടിയാണ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കേട്ടത്. അദ്ദേഹം ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാർ രാത്രി സമയങ്ങളിലാണ് അവർക്ക് വാഹനം പെട്ടെന്ന് ഓടിക്കാൻ കഴിയുക, തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുക എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ ഒരു ഓട്ടത്തിനിടക്ക് ഉറക്കം വന്നാൽ ഒരു 5 മിനിറ്റ് സൈഡാക്കി ഉറങ്ങിയാൽ മതി. വണ്ടി ഓടിക്കരുത്, ഉറങ്ങിയാൽ മതി. 5 മിനിറ്റ് സൈഡാക്കി ഉറങ്ങിയാൽ മതി. ആ പ്രശ്നം അവിടെ തീരും. അപ്പോൾ അതിൽ നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. അതോടൊപ്പം സൗദി അറേബ്യയിലെ പോലീസുകാരൻ അദ്ദേഹം കാണിച്ച ഒരു കരുതൽ വല്ലാത്ത ഒരു സലാം പറഞ്ഞ് കൈ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു സങ്കല്പത്തിൽ ഒരു പോലീസുകാരനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അദ്ദേഹം ഒരു പക്ഷേ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാകാം, വീക്ഷിച്ചിട്ടുണ്ടാകാം നൈറ്റ് പട്രോളിങ്ങിന്റെ സമയത്തോ അതല്ലെങ്കിൽ ക്യാമറ സംവിധാനത്തിലൂടെ ആ വിഷയം മെയിൻ കൺട്രോൾ റൂമിലേക്ക് കിട്ടി. കൺട്രോൾ റൂമിൽ നിന്ന് ഈ പോലീസുകാരന് അത് കൈമാറി ഇങ്ങനെ ഒരു ഡ്രൈവർ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ തടയണം എന്ന നിലക്കുള്ള കൃത്യമായ നിർദ്ദേശം പോയത് കൊണ്ടാകാം. വലിയ അപകടങ്ങൾ സംഭവിക്കും അല്ലേ അങ്ങനത്തെ ട്രാക്കൊക്കെ മാറിയാൽ എന്നാണ് മനസ്സിലാകുന്നത്. അതൊരു ഉറങ്ങുക എന്നത് മാത്രമല്ല, കേവലം നമ്മുടെ മുമ്പിലൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ബൈക്കിൽ സ്റ്റാൻഡ് തട്ടാതെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വെപ്രാളവും ബേജാറും. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് അത് അറിയിച്ച് സ്റ്റാൻഡ് തട്ടിട്ടോ എന്ന് അറിയിക്കുന്നത് വരെ നമുക്ക് വെപ്രാളമായി. തൊട്ടടുത്ത് കാണുന്ന ഒരു അപകടമാണ് മനസ്സിൽ വരുന്നത്. കാരണം അയാൾ ബൈക്ക് തിരിക്കുകയോ ഒന്ന് വളക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സ്റ്റാൻഡിൽ തട്ടി ബൈക്ക് മറിയും. അത് ഉറപ്പായ ഒരു സംഗതിയാണ്. അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വെപ്രാളം. ഒരു മനുഷ്യ സഹജീവി സ്നേഹമാണ്. പല കരുതലുകളും നനച്ചിരിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റമാണ് ഉള്ളത് എന്ന ഒരു ഗൗരവകരമായ വളരെ നല്ല ഒരു സന്ദേശമാണ് ഇന്നത്തെ ചിന്തയിലൂടെ പീസ് റേഡിയോ നൽകുന്നത്.